നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് ഡിവൈഎസ്പിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. പോലീസ് തടഞ്ഞു, സംഘർഷമുണ്ടായി. ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ചു എന്ന കേസിൽ റാപ്പർ വേടൻ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ്. കേരളം വിടരുന്ന വ്യവസ്ഥ ഹൈക്കോടതി റദ്ദാക്കി. 5 വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ അനുമതി തേടിയാണ് വേടൻ കോടതിയെ സമീപിച്ചത്. അഹമ്മദ് മുജ്തബ വിവരങ്ങളുമായി ചെയ്തത്. മുജ്തബ, ഇതിലെ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? എന്തൊക്കെ ജാമ്യ വ്യവസ്ഥകളാണ് ഇളവ് ചെയ്തത്? നിലവിൽ ഈ കേസ് മുഖ്യമന്ത്രിക്ക് നേരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറുകയും സെൻട്രൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിലാണ് നേരത്തെ ജില്ലാ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ആ ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന 2 പ്രധാന വ്യവസ്ഥകളാണ് വേടൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. ഒന്ന്, എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. രണ്ടാമതൊന്ന്, രാജ്യം വിടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ 2 വ്യവസ്ഥകളും ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, വിവിധ സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നിരവധി പരിപാടികൾ ഇതിനകം തന്നെ ബുക്കിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് ഫ്രാൻസ്, ജർമ്മനി, കൊളംബോ, ദുബായ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഇത്തരം പരിപാടികൾ പെൻഡിംഗ് ആണ്. അതുകൊണ്ട് രാജ്യം വിടരുത് എന്നുള്ള വ്യവസ്ഥ തന്റെ പ്രൊഫഷനെ കാര്യമായി തന്നെ ബാധിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ കേസിൽ ഏതെങ്കിലും തരത്തിൽ മാൽപ്രാക്ടീസ് നടത്തില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പു നൽകിയതാണ്. അത് ഇനിയും പാലിക്കാൻ താൻ തയ്യാറുമാണ്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ നിലവിൽ സാക്ഷിമൊഴിയും അതോടൊപ്പം തന്നെ മറ്റു അനുബന്ധ മൊഴിയെടുപ്പിൽ ഒക്കെ കഴിഞ്ഞ ഒരു കേസിൽ വീണ്ടും എല്ലാ ദിവസവും 10 മണിക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണമെന്ന് പറയുന്നത് തന്നെ അത് നിലനിൽക്കില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ എന്തായാലും കോടതിക്ക് മുമ്പിൽ വെച്ചു. അതുൾപ്പെടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2 കാര്യങ്ങളിൽ ഹൈക്കോടതി ഉപാധികളോടെ, പ്രത്യേകിച്ച് കർശനമായി തന്നെ രാജ്യം വിടുന്നുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്ന വ്യവസ്ഥ കൂടി വെച്ചുകൊണ്ട് വിദേശയാത്രയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. 2 വ്യവസ്ഥകളാണ്. കേരളം വിടരുത് എന്നുള്ള വ്യവസ്ഥ അത് റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം എന്നൊരു വ്യവസ്ഥയുണ്ട്. അതും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ നേരത്തെ തന്നെ പെൺകുട്ടിയുടെ മൊഴി രണ്ടാമത് നൽകണമെന്ന് പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും അതും ആ പരാതിക്കാരി ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തിരുന്നു. അതിനനുസരിച്ച് അതിന്റെ ആവശ്യമില്ല എന്ന് അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് എറണാകുളം സെൻട്രൽ പോലീസും അറിയിച്ചിരിക്കുന്നു. അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. അജിൻ സർ. ശരി.